ഞാൻ 10 പഠിക്കുമ്പോഴും പാവ മേടിക്കും ഇങ്ങനത്തെ പാവ. പക്ഷെ അന്ന് ഇത്രയും ഫ്ലെയർ ഒന്നുമില്ല അല്ലേ, ഇന്ന് ഭയങ്കര ചപ്പു ഇതിങ്ങനെ തൊടുമ്പോ. ഇത് മാളും എനിക്ക് കേക്കിനെ തരുന്നതാണ്. എനിക്ക് സമ്മാനം തന്നെ തന്നോ? ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മാളൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ പോവുകയാണ് മാളൂട്ടിയുടെ ബർത്ത്ഡേക്ക്. ഞാൻ, ശ്രുതി, നാദിറ, ഞങ്ങൾ 3 പേരുമാണ് പോകുന്നത് അജാസ്കാടെ കാറിൽ. ദയക്ക് ഒട്ടും വയ്യ, ദയയുടെ കൈയൊക്കെ ഇച്ചിരി ഫ്രാക്ചർ ആയിട്ടിരിക്കുകയായിരുന്നു. ധ്യാൻ ചേട്ടനും ബാക്ക് പെയിൻ ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ പൃഥ്വിയും ശ്രേയസ് ചേട്ടനും ഒക്കെ ഒന്ന് ജോലിയുണ്ട്, അപ്പോൾ അത് കാരണം വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ 3 പേരുമാണ് പോകുന്നത്. പിന്നെ സഞ്ജനയും ഹയാനും അവിടെ നിന്ന് ജോയിൻ ചെയ്തോളും. അവർ കാലിക്കറ്റ് അപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നാദിറ എനിക്ക് ഇച്ചിരി ചിപ്സൊക്കെ തരുന്നുണ്ട്. പോകുന്ന വഴിയിൽ നമ്മൾ ഇച്ചിരി ഇറങ്ങി ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. ചായ കുടിച്ചത് കൊരട്ടിയിലുള്ള ഇന്ത്യൻ കഫേയിലാണ്, ഇന്ത്യൻ കോഫി ഹൗസിലാണ്. അപ്പോൾ അവിടെ നമുക്ക് കട്ട്ലറ്റ് കിട്ടും. പക്ഷേ ഇത്തവണ ഞാൻ പോയി നോക്കിയപ്പോൾ സാധാരണ എപ്പോഴും ബീട്രൂട്ട് ഇട്ടിട്ടുള്ള കട്ട്ലറ്റ് ആയിരുന്നു. എനിക്കത് വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇവിടുത്തെ ചിക്കൻ കട്ട്ലറ്റ് ഒരെണ്ണം ഓർഡർ ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. ഇതിൻ്റെ ഈ സോസും ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇന്ത്യൻ കോഫി ഹൗസിലെ പൊതുവേ ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലറ്റ് ഫാൻസ് ഉണ്ടാവും. ശ്രുതിയൊക്കെ ഇന്ത്യൻ കോഫി ഹൗസ് കട്ട്ലറ്റ് ഫാനാണ്. അപ്പം ഞാനും ഇതേ ട്രൈ ചെയ്യാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫാനായി മാറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയ സമയത്ത് ഞങ്ങൾ കല്യാൺ 99 എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കയറിയിട്ട് കൊച്ചിന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി കയറി. കുറേ നാളായിട്ട് ഞാൻ കയറണം വിചാരിക്കുന്ന ഒരു കടയാണ്. എപ്പോഴും ഇതിലെ പോകുമ്പോൾ, അതായത് ഇവിടത്തേക്ക് അയ്യന്തോൾ വീട്ടിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ശരി, അല്ലാണ്ട് തൃശ്ശൂർ കൂടെ പോകുമ്പോഴൊക്കെ ആകുമ്പോൾ 99 കാണുമ്പോൾ കയറണം എന്ന് വിചാരിക്കും. കൊച്ചുങ്ങൾക്ക് ഉടുപ്പ് നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്, ക്യൂട്ട് ഉടുപ്പുകൾ. അപ്പം മാളുട്ടിക്ക് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞങ്ങൾ ടോപ്പ് എടുക്കാൻ പറ്റാച്ച ഞങ്ങൾ ടോപ്പ് എടുക്കണം എന്നൊക്കെ ഒരു മൈൻഡ് തന്നെ ആയിരുന്നു. കാരണം 99 അവസാനിക്കുന്നതെല്ലാം. അപ്പോൾ ശ്രുതി ഇതേ സെറ്റ് എടുത്തു കൊച്ചിന്. ഞാൻ ആണെങ്കിൽ ഒരു ഈ ഉടുപ്പ് എടുത്തു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ട് ഉടുപ്പല്ലേ. നാദിറ എടുത്ത ഉടുപ്പ് ആദ്യം കണ്ടിച്ചില്ല, നാദിറ അത് തന്നെ. അപ്പം അസ്ലി ചേച്ചിയുടെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കല്യാൺ 99 വരുന്നതും ഇമ്മക്കുട്ടിനേറ്റൊക്കെ വരുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് അന്ന് മുതലേ ആഗ്രഹിച്ച. പിന്നെ ഈ ഒരു സെറ്റ് 600 റുപ്പീസ്, അത് 599 ആണ്. അപ്പോൾ ഈ സെറ്റിൽ ഒരെണ്ണം ഞാൻ എടുക്കാൻ വേണ്ടി വിചാരിച്ചു. പിന്നെ നാദിറ ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ വന്നു. ഈ ഷോപ്പിൻ്റെ പേര് എനിക്ക് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ ഷോപ്പിൽ കുറേ കളക്ഷൻ ഉണ്ട്. നമ്മുടെ എറണാകുളത്തെ പോസ്റ്റ് ഡിസൈനിൽ ഉള്ള പോലത്തെ കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നാദിറ പറഞ്ഞു ഇവിടെയും കൂടെ ഒന്ന് കയറാം, ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്, ജസ്റ്റ് കയറാം എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് അവിടെയും കൂടെ നമ്മൾ കയറി. പക്ഷേ സെലക്ഷൻ ചെയ്ത് കുറേ ടൈം എടുത്ത് മേടിക്കാൻ ട്രയൽ ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ നാളെ വരാം എന്ന് വെച്ചു. അങ്ങനെ തൃശ്ശൂർ അങ്ങാടി കൂടെ ദേ പോകുന്നു. ഞാൻ +1 +2 പഠിച്ചത് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ഒരു കോച്ചിങ് സെൻറ്ററിൽ എൻട്രൻസും പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ ആയി വറുത്തിട്ട് ഞാനിത് വീട്ടിലെത്തി. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് വീട്ടിൽ ഈ ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെയാണ്. അത് കാരണം ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മാളൂട്ടിയുടെ ബർത്ത്ഡേക്ക് വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇവരുടെ വാളിൽ മൊത്തം നമ്മളായിട്ടുള്ളൊക്കെ ഫോട്ടോസ്. അത് ഞങ്ങൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കുക്കുമോനെ കാണാൻ വേണ്ടി ചെന്ന സമയത്തെടുത്ത ഫോട്ടോ ആണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള സെൽഫീസും കാര്യങ്ങളൊക്കെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പെണ്ണ് ആക്ച്വലി ഞങ്ങൾ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അവർ. അപ്പം വെയിറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ വന്നിട്ട് ഇനി കുറേ അധികം ലേറ്റ് ആക്കുന്നില്ല. ഓൾറെഡി 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രോഗ്രാം 7:15 സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ എത്തിയത് 7:15, 15 മിനിറ്റ് ലേറ്റായി. അപ്പം കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഇതിന് ഡെക്കറേഷന് ബാക്കിൽ വെച്ചെടുത്ത് ഞങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഓരോ തവണ എടുത്തിട്ടുള്ള സെൽഫിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആത്മിക എന്നാണ് നമ്മുടെ മോളുടെ പേര്, മാളുവിൻ്റെ പേര്. മാളൂട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളെല്ലാവരും വരുന്നത്. മാളൂട്ടിക്കാണെങ്കിലും കുക്കുമോനാണെങ്കിലും ഇവിടെ എൻറ്റയർ ഫാമിലിക്ക് നമ്മൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ
അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. നമ്മൾ എല്ലാവരും ഡ്രസ്സൊക്കെ തന്നെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം കൊച്ചിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാഗൊക്കെ നോക്കി, പക്ഷെ കൊച്ചിന് ഓൾറെഡി ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന കാരണം ബാഗൊക്കെ ഉണ്ട്, ബാഗും ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ ഇത് ഡ്രസ്സൊക്കെ തന്നെ കൊച്ചിന് മേടിച്ചത്. അങ്ങനെ എല്ലാം സെറ്റായി. ഏകദേശം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. വീടിൻ്റെ അടുത്തുള്ള നൈബേഴ്സ് ആണെങ്കിലും ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിയിലുള്ള കസിൻസ് ആണെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ട്. ഞാനിവിടെ കൊച്ചിനെ ടക്കുടു ടക്കുടു ബേബിയല്ലേ ടക്കുടു ടക്കുടു ബേബിയല്ലേ എന്ന് പറയും. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ ആരെയായാലും ടക്കുടു ടക്കുടു ബേബിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊഞ്ചിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫോട്ടോസാണ്. ഈ ഫോട്ടോസൊക്കെ തന്നെയാണ് ഇവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഡെക്കറേഷനിൽ. നാദിറ, ആദ്യം ഞാനായിരുന്നു, പിന്നെ ആരാ, ശ്രുതി, ദയ, ധ്യാൻ ഫാമിലി, സഞ്ജന ഹയാൻ ഫാമിലി. എൻ്റെ ഫാമിലി ഇപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇൻഷാ അല്ലാ സമയമാകുമ്പോൾ എൻ്റെ ഫാമിലിയും വരും. അങ്ങനെ ഞാൻ ഇവിടെ ജോലിയിലാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മാളു, ഹാപ്പി ബർത്ത്ഡേ ടു യു. Yes. ഇനി അടുത്ത കേക്ക് കട്ട് ചെയ്യും. അടുത്ത കേക്ക് കട്ട് ചെയ്യും. സഞ്ജന ചെല്ലു, ഹയാൻ ചെല്ലു. അടുത്ത് ഞാൻ ഫോൺ ആരെങ്കിലും കൊടുത്തിട്ട് വരാനോ? ആ ശരി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മാളുമ്മ. അമ്മയ്ക്ക് പ്രശ്നം എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കഴിക്കൂ. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിനു ശേഷം ശ്രുതിയാണ് എല്ലാവർക്കും ഇങ്ങനെ കേക്ക് വെട്ടി വീതിച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയായിരുന്നു കേട്ടോ. 2 കേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി കഴിച്ചു, കാരണം കൊച്ചു വായിൽ വെച്ച് തന്നപ്പോൾ ഞാൻ കഴിച്ചതാണ്. പിന്നെ ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ വെട്ടി ഇങ്ങനെ വീതിക്കുന്നതും എല്ലാവർക്കും കൊടുക്കുന്നതും ഒക്കെ. ഫുൾ സൈസ് ആണ്, ടിഷ്യൂ ഉണ്ടാ. അത് ഫുള്ളുണ്ട്. അതിന് എന്താണ് ഇന്ന്? എന്താണ്? ആരെ ബർത്ത്ഡേ? എന്റെ പേരെന്താ? മാളുവിന്റെ ശരിക്കുള്ള പേരെന്താ? പറ, എല്ലാരും കാണട്ടെ. മാളുവിന്റെ ഫാൻസ് എല്ലാരും കാണട്ടെ. ആരെ? കൂട്ടുകാരെ? എന്നാ വിളിച്ചിട്ട് വാ, ഞാൻ വിളിച്ചിട്ട് വാ. വ്ളോഗ് ചെയ്യാൻ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വാട്ടാ. പാവം കൊച്ച് കൂട്ടുകാരൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ട് വ്ളോഗ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മള് ആര്? അവര് കൈ കഴുകിയിട്ടില്ല എന്ന്. മാളു എന്ത്? ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളോ?
ഓക്കെ. മാളൂന് എന്താ പറയാ, അന്നത്തെ വീഡിയോ കണ്ടിട്ട് മാളൂനോട് ആരെങ്കിലൊക്കെ ചോദിച്ചോ? ചോദിച്ചില്ലേ? പക്ഷെ കുറേ പേര് മാളൂന് കമന്റ് ഇട്ടിട്ടുണ്ട്, മാളൂന് ഇഷ്ടമാണ്, മാളൂന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഈ വീഡിയോയിലും മാളൂന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയും. കുറെ ചേട്ടന്മാരും ചേച്ചിമാർക്കൊക്കെ ഒരു താങ്ക്സ് പറ. ആർക്ക്? വിഷ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് എന്ന് പറ. താങ്ക് യു സോ മച്ച്. ഒരു ഉമ്മ കൊടുക്ക്, ഒരു ഫ്ലൈ കിസ് കൊടുക്ക്. ഗുഡ് ഗേൾ. സഞ്ജന മമ്മി പഠിപ്പിച്ചു തന്ന ഡാൻസ് കളിച്ചു കൊടുക്ക്. കളിക്ക്. ഈ തദവസരത്തിൽ എന്താണ് പറയുന്നത്? ഫോട്ടോ എടുക്കാതെ പോവില്ല. എന്തുകൊണ്ട്? പക്ഷെ ഞാൻ ഈ ക്യാമറ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വ്ലോഗ് ചെയ്തോണ്ടിരിക്കാലോ. എടുക്കാം. നീരജ, ശുഭ, ജോഷിത. ഇവരൊക്കെ ആരാണ്? ആകാശ് എന്നൊക്കെ പറയുന്നില്ല, ആകാശിന്റെ അമ്മയാണിത്. പറയൂ. എടി നമ്മളെ കൂടെ ഡ്രൈവറായിട്ട് വന്ന ചേട്ടൻ അല്ലേ? ഞാൻ വിളിച്ചല്ലോ. ആണോ? അജാസ് നമ്മുടെ കൂടെ വന്നടാ. അജാസ്ക വന്നിട്ടുണ്ട്. ആരെ വിളിക്കുന്നേ? അവനെ വിളിക്കാൻ പറഞ്ഞോ? ആ പറയ്. തങ്കമ്മ പറയൂ. തങ്കമ്മ എന്താണ് ഈ തദവസരത്തിൽ പറയാനുള്ളത്? ഫാൻസ് ഒക്കെ ഉണ്ട്, അറിയാമോ? എന്റെ കുട്ടികളെ എനിക്ക് വിളിച്ചു തന്നേക്കണം. പിന്നെ എന്റെ സ്റ്റുഡൻസ്, ഇതെന്റെ പ്രിയപ്പെട്ട. ഹലോ, സൈലൻസ്. നമ്മുടെ രണ്ട് വാക്ക് പിന്നെ പറയാം. ആണോ? ഓ, ഇവരെയാണോ വിളിക്കാൻ പോയത്? കൂട്ടുകാരെ വിളിക്കാൻ എന്നോട് പറയും വ്ളോഗിലെ കൂട്ടുകാരെ കൂടെ കാണിക്കണം, കൂട്ടുകാരെ വിളിച്ചിട്ട് വരാന്ന്. സ്റ്റെപ്പ് കാണിക്കും. LKG സ്റ്റെപ്പ്. ദക്ഷിണ നാദന ആന്റി. മാളുനോട് ചോദിക്കാം. മാളു നാദനെ കാണുമ്പോ ആന്റി എന്നാണ് വിളിക്കാൻ തോന്നുന്നത്, ചേച്ചി എന്നാണ് വിളിക്കാൻ തോന്നുന്നത്? എന്തെന്നാ വിളിക്കാൻ തോന്നുന്നത്? ഇല്ല, കുട്ടി പറയൂ. നാദര ആന്റിയാണോ നാദര ചേച്ചിയാണോ? നാദര മമ്മി. സത്യം പണ്ട് ഇത് മേടിക്കാൻ ഞങ്ങൾ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ 10 പഠിക്കുമ്പോഴും പാവ മേടിക്കും ഇങ്ങനത്തെ പാവ. പക്ഷെ അന്ന് ഇത്രയും ഫ്ലെയർ ഒന്നുമില്ല അല്ലേ? ഇന്ന് ഭയങ്കര ചപ്പോ ഇതിങ്ങനെ തൊടുമ്പോ. ഇത് മാളും എനിക്ക് കേക്കിനെത്തിരുന്നതാണ്. എനിക്ക് സമ്മാനം തന്നോ? അയ്യോ, താങ്ക് യു. അവള് തന്നു. കൊച്ചിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വരെ വാങ്ങി. കൊച്ചിന്റെ ഗിഫ്റ്റ് അടിച്ചു മാറ്റിയ ആളാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നത്? ഈ തദവസരത്തിൽ സഞ്ജനയ്ക്ക് എന്താണ് പറയാനുള്ളത്? സബ്സ്ക്രൈബർ ആണോ? ആരുടെ? അവളുടെ സബ്സ്ക്രൈബർ ആയിരുന്നോ? സോറി. ആണോ? എന്റെ സബ്സ്ക്രൈബർ ആണ്. പേരറിയില്ല. ശരി, താങ്ക് യു. സന്തോഷമുണ്ട്. സാരല്ല, സന്തോഷമുണ്ട്.
ഓക്കെ, നാദിറ ഈ പാവക്കുട്ടിനെ അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേട്ടോ. മോട്ടിച്ചു തന്നെ ഞാൻ പറയുന്നത്. നമ്മൾ പക്ഷെ പണ്ട് കളിക്കുമ്പോ ഇങ്ങനത്തെ പാവകളൊന്നും ചീപ്പൊന്നും ഉണ്ടാവില്ല. നമ്മള് നമ്മുടെ ചീപ്പ് വെച്ച് കോതി തന്നെ മോട്ടി നശിപ്പിച്ച് ഞാനൊരു ഈ നമ്മുടെ പേരിൽ മഷി ഉണ്ടാവില്ല, മഷി കുറച്ചുകൂടെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് മുടിക്ക് അടിച്ചു കൊടുക്കും. എന്തിനാ? അത് ഈ പാവകൾക്കൊക്കെ ഈ ഗോൾഡ് കളർ, നമ്മുടെ നാട്ടിൽ ഗോൾഡ് പിന്നെ നമ്മുടെ നാട്ടിൽ ബ്ലൂ പിന്നെ അമ്മായിക്ക് എന്താ പറയുന്നത്? എന്റെ ഒരു ഫ്രണ്ട് കേട്ടാ വിജി. ഹായ് വിജി. ആദരണ്ട് സൗണ്ട് ഇല്ലേ? ഹായ് ആന്റി. കൂട്ടുകാരി വോട്ട് ചെയ്തിട്ടുണ്ട് ആദരക്ക്. വോട്ട് ചെയ്തിട്ടുണ്ട്. മാളുന്റെ പിറന്നാളാണത്. ആന്റി ഹായ് ഹായ് ഹെയ്തി. പറയൂ, പിന്നെ ഈ തദവസരത്തിൽ എന്താണ് പറയാനുള്ളത്? മകളുടെ വളരെയധികം സന്തോഷം, ദയവരാത്തതിൽ ഭയങ്കര വിഷമം. അവൾക്ക് വയ്യ, ഒട്ടും വയ്യാണ്ടിരിക്കുക. അവളെ കൈ ഒക്കെ ഇതായിട്ടിരിക്കുക, ഫ്രാക്ചർ ആയിട്ടിരിക്കുക. ആ പറയും, മോളുടെ ഈ 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ തദവസരത്തിൽ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. നല്ലൊരു രീതിയിൽ എനിക്കൊന്ന് ആഘോഷിക്കാമെന്ന് ആഗ്രഹം. അങ്ങനെ ആഘോഷത്തിലേക്ക് നമ്മളെല്ലാം രാത്രിയുള്ള ആഘോഷം ഇല്ല. അതില്ലല്ലോ. ആദ്യം തന്നെ സഞ്ജന അതിലൂടെ എത്തി. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഇനി നീ എന്തിനാ പോണേ? അൾട്ടിമേറ്റ്സിലുണ്ടാകും. എടി സഞ്ജന, ആദ്യം തന്നെ എത്തിയ ഈ ഒരു തദവസരത്തിൽ എന്താണ് പറയാനുള്ളത്? എന്റെ ബർത്ത്ഡേ ഇത് ഗിഫ്റ്റ് ആണേ. സന്തോഷം, സമാധാനം, സ്നേഹം അവർക്കും എല്ലാവർക്കും. 20 വർഷമല്ല എനിക്ക് വലിയ ഇതുപോലെ അത് കാണിച്ചേ. സ്വന്തമായിട്ട് ഗിഫ്റ്റ് പറയാം. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ഇതുപോലത്തെ പാവ സെപ്റ്റംബറിലാണ്. കഥാവസരത്തിൽ എന്റെ പ്രഥമ ശിഷ്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ പ്രഥമ ശിഷ്യ സുന്ദരിയായിട്ട് അതത്രയും പോയി. എന്റെ പ്രഥമ ശിഷ്യയുടെ അരങ്ങേറ്റമായിരുന്നു. അല്ല, അരങ്ങേറ്റം സോറി, ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ ആദ്യാക്ഷരം കുറിച്ചു. ഞങ്ങൾ ഭാവിയിൽ വലിയൊരു നർത്തകിയാകണം ഇൻഷാ അല്ലാ. സ്റ്റെപ്പ് നടത്തുന്നത് വിത്തെറിഞ്ഞ് മുന്നേ അതാ മൺകുടം വെച്ചുള്ള യുവതി. കാണിക്കേ പ്രാണനാഥനെ കാത്തിരിക്കുന്ന യുവതി. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്താ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ വെച്ചിട്ട്, ഈ കിട്ടിയ ഗ്യാപ്പിൽ വെച്ചിട്ട്. ഇപ്പൊ ഞങ്ങള് ജസ്റ്റ് ഇപ്പൊ പഠിച്ചത്. എപ്പോഴാണ് പഠിച്ചത്? നീ നല്ല ഫുഡിന്റെ മണം വരുന്നടി. അത് വാഴടിച്ചിട്ട് പോണത്. വിശന്നിട്ട് മുഴുകി പോകുന്നത്. കുക്കൊന്നും പറഞ്ഞില്ലല്ലോ ചേട്ടനും അനിയനും. പപ്പയും മോനോ? പപ്പയും മോനാ? പപ്പയും ചേട്ടനൊക്കെ പറ കുക്കുമോൻ അനിയത്തിലെ. നമസ്കാരം. ഞങ്ങളുടെ കുടുംബത്തിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കുമോന് സ്കൂൾ ഉണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ മാളുക്കിന്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഞാൻ ഇന്ന് മാളുക്കിന് രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോയി. ഞാൻ മക്കള് അമ്മമ്മ എന്റെ 005 ഇപ്പൊ. ഹായ് ആന്റി. ഹായ് ഹായ്. ടീച്ചറാണ്. അത് ഹെയ്തി. അത് സുധി. എന്റെ ഭയങ്കര പഠിപ്പിക്കുന്നേ ടീച്ചറാണ്. PT ആണോ? PT ടീച്ചർ PT ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് കെമിസ്ട്രി ടീച്ചർ. ഇത് കരുവാരക്കൊണ്ട് സ്കൂള് മൊത്തം വരുമല്ലോ ഇപ്പൊ. അതെ, നമ്മുടെ ഈ ജാസല്ലത്ര ഇന്ന് ഏതാണ് ഒരു ഫോട്ടോഗ്രാഫർ കോഴിക്കോട് നമ്മുടെ സ്കൂളിൽ പഠിച്ച ആരാ? അത് കരുവാരക്കൊണ്ട് തന്നെ അവന്റെ വീട്. ആദിത്യോ അങ്ങനെ എന്തൊരു ഹിന്ദു ആദിത്യോ എന്തോ ഫോട്ടോഗ്രാഫർ എന്നെ അന്വേഷിച്ചത്രേ. അവന്റെ പേര് ഞാൻ മറന്നു. പേര് മറന്നു.
അവനക്ക് എന്നെ അന്വേഷണം പറഞ്ഞു വിട്ടു. എല്ലാരും വന്ന് കേക്കൊക്കെ മുറിച്ചു, താഴെ ഫുഡ് കഴിക്കാണ്. കളിക്കാൻ ചെല്ല്. അയ്യോ, കുടുംബസമേതമുള്ള വ്ലോഗ് എടുത്തില്ലേ? വയ്യായിരുന്നു, ദയം ധ്യാനം വയ്യ. ദയാൻ ചേട്ടന്റെ നടുവേദനയും. സോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അപ്പം നമ്മൾ തന്നെയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. ആതിര ചേച്ചിയും കുഞ്ഞമ്മ എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ആ ഫുഡ് എല്ലാവരും കഴിക്കായിരുന്നു. ഒന്നും കൂടെ പറഞ്ഞോ, അതും കൂടെ പറഞ്ഞേക്ക്. നെയ്ച്ചോറ്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ 65, കുറുമക്കറി, വെള്ളയപ്പം, റോമാൽ റൊട്ടി, കപ്പി മീൻ എല്ലാം ഫുൾ സെറ്റ്. ഇവന്മാരൊക്കെ യോയോ മാത്രം കാണിക്കുള്ളൂ. നിനക്കൊക്കെ വിഷസ് പറഞ്ഞൂടെടാ. നീ പറയടാ. ഓടുന്ന മാൾ ഹാപ്പി ബർത്ത്ഡേ മാളെന്നൊരു വാക്ക് പറ. ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞല്ലോ. ഓടി. ശരി, ഞാൻ മൈൻഡപ്പ് പറയാൻ പോവാ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മാളൂട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീട്ടിൽ മൊത്തം ബഹളങ്ങളും ഒച്ചപ്പാടും എല്ലാമാണ്. ഫാമിലി എല്ലാ മെമ്പേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്ലസ് മാളൂട്ടിക്ക് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയുന്നു കേട്ടോ.